ഹലോ ഓൾ, എല്ലാവർക്കും ബോട്ടണി മാസ്റ്റേഴ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഒരു മോക്ക് ടെസ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് നമ്മൾ ഈ സിലബസിലെ ഇത്രയും ടോപ്പിക്സ് കവർ ചെയ്തു. ഇതിൽ ആദ്യം നമ്മൾ കവർ ചെയ്ത 3 ടോപ്പിക്സ്, അതായത് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, കിങ്ഡം പ്രോട്ടിസ്റ്റ, അതുപോലെ തന്നെ പാരസൈറ്റിക് പ്രോട്ടോസോവൻസ്. അതിൽ പാരസൈറ്റിക് പ്രോട്ടോസോവൻസിൽ നമ്മുടെ സിലബസിൽ 3 എണ്ണമാണ് കൊടുത്തിട്ടുള്ളത്. എൻറ്റമീബ ഹിസ്റ്റോലിറ്റിക്ക, അതുപോലെ ട്രിപ്പനോസോമ ഗാംബിയൻസ്, പ്ലാസ്മോഡിയം വൈവാക്സ്. ഇത്രയും കണ്ടന്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഒരു 20ഓളം ചോദ്യങ്ങൾ, 20 ചോദ്യങ്ങളാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഓപ്ഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങളിവിടെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 ടോപ്പിക്കിൻ്റെയും ക്ലാസ്സുകൾ കണ്ടിട്ട് പഠിച്ചതിന് ശേഷം മാത്രം, ക്ലാസ് കണ്ട് അത് കൃത്യമായി പഠിച്ചതിന് ശേഷം മാത്രം ഈ 20 ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത്. ഈ ഒരു സിസ്റ്റമാണ് നമ്മളിനി ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് കുറച്ച് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യും, അതിനുശേഷം അതിൻ്റെ ഒരു എക്സാമോ ഒരു മോക്ക് ടെസ്റ്റോ ഇതുപോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ട് ഉള്ളൊരു വീഡിയോ നമ്മൾ ചെയ്യും. അപ്പം ഇത് എഫക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമ്മളിത് കണ്ടിന്യൂ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം മാർക്കുകൾ നിങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ ആദ്യം ഈ 20 ക്വസ്റ്റ്യൻസ് ഞാൻ വായിക്കും. ആൻഡ് നിങ്ങൾ പോസ് ചെയ്ത് ഒരു പേപ്പറിൽ ആൻസർ രേഖപ്പെടുത്തുക. ഫൈനൽ വീണ്ടും ചോദ്യവും അതിൻ്റെ ഉത്തരം എന്താണെന്നുള്ളതും മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പം അതനുസരിച്ചിട്ട് എത്ര മാർക്കാണെന്നുള്ളത് നിങ്ങൾ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ആരാണ് 2 കിങ്ഡം വർഗീകരണം കൊണ്ടുവന്നത്? രണ്ടാമത്തെ ചോദ്യം: കിങ്ഡം പ്രോട്ടിസ്റ്റ എന്ന കിങ്ഡം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? മൂന്നാമത്തെ ചോദ്യം: 4 കിങ്ഡം വർഗീകരണം ആരുടെ സംഭാവനയാണ്? നാലാമത്തെ ചോദ്യം: 5 കിങ്ഡം വർഗീകരണം നിലവിൽ വന്ന വർഷം. അഞ്ചാമത്തെ ചോദ്യം: ഫംഗസിനെ ഒരു പ്രത്യേക കിങ്ഡത്തിൽ ഉൾപ്പെടുത്തിയ ക്ലാസിഫിക്കേഷൻ ഏതാണ്? ആറാമത്തെ ചോദ്യം: സസ്യങ്ങൾ, ജന്തുക്കൾ, ഫംഗൈ എന്നീ കിങ്ഡം ഉൾപ്പെടുന്ന ജീവികളെ ബന്ധിപ്പിക്കുന്ന കണ്ണിയായി നിലനിൽക്കുന്ന ഫൈലം ഏതാണ്? ഏഴാമത്തെ ചോദ്യം: മൾട്ടി ന്യൂക്ലിയേറ്റ് പ്രോട്ടിസ്റ്റിന് ഉദാഹരണം. എട്ടാമത്തെ ചോദ്യം: റെഡ് ടൈഡ് കോസ് ചെയ്യുന്ന ഗോണിയാലിക്സ് ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഒമ്പതാമത്തെ ചോദ്യം: എൻറ്റമീബ ഹിസ്റ്റോലിറ്റിക്ക കോസ് ചെയ്യുന്ന രോഗം ഏതാണ്? പത്താമത്തെ ചോദ്യം: എൻറ്റമീബ ഹിസ്റ്റോലിറ്റിക്ക മനുഷ്യനിലേക്ക് പ്രവേശിക്കുന്നത് ഏത് രൂപത്തിലാണ്? പതിനൊന്നാമത്തെ ചോദ്യം: എൻറ്റമീബ ഹിസ്റ്റോലിറ്റിക്ക കുടൽ ഭിത്തി നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന എൻസൈം ഏത്? പന്ത്രണ്ടാമത്തെ ചോദ്യം: എൻറ്റമീബ ഹിസ്റ്റോലിറ്റിക്കയ്ക്ക് എത്ര ഹോസ്റ്റ് ഉണ്ട്? പതിമൂന്നാമത്തെ ചോദ്യം: ട്രിപ്പനോസോമ ഗാംബിയൻസ് കോസ് ചെയ്യുന്ന രോഗം ഏതാണ്? പതിനാലാമത്തെ ചോദ്യം: സെറ്റ്സ് ഈച്ചയുടെ ശാസ്ത്രീയ നാമം എന്ത്? പതിനഞ്ചാമത്തെ ചോദ്യം: ട്രിപ്പനോസോമ ഗാംബിയൻസിന്റെ ഫ്ലജല്ല ഉദ്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? പതിനാറാമത്തെ ചോദ്യം: ക്രിത്തിഡിയൽ ഫോം എന്നറിയപ്പെടുന്ന ട്രിപ്പനോസോമയുടെ രൂപം ഏത്? പതിനേഴാമത്തെ ചോദ്യം: ട്രിപ്പനോസോമയുടെ ഇൻഫെക്റ്റീവ് ഫോം ഏതാണ്? പതിനെട്ടാമത്തെ ചോദ്യം:
പ്ലാസ്മോഡിയം വൈവാക്സിന്റെ ലൈംഗിക ഘട്ടം ഏത് ഹോസ്റ്റിലാണ് നടക്കുന്നത്? പ്ലാസ്മോഡിയം വൈവാക്സിന്റെ ലൈംഗിക ഘട്ടം ഏത് ഹോസ്റ്റിലാണ് നടക്കുന്നത്? 19ാമത്തെ ചോദ്യം, പ്ലാസ്മോഡിയം വൈവാക്സിന്റെ ഇൻഫെക്റ്റീവ് ഫോം ഏതാണ്? പ്ലാസ്മോഡിയം വൈവാക്സിന്റെ ഇൻഫെക്റ്റീവ് ഫോം ഏതാണ്? 20ാമത്തെ ചോദ്യം, പ്ലാസ്മോഡിയം വൈവാക്സിന്റെ പ്രൈമറി ഹോസ്റ്റ് ഏത്? പ്ലാസ്മോഡിയം വൈവാക്സിന്റെ പ്രൈമറി ഹോസ്റ്റ് ഏത്? ഇത്രയാണ് 20 ചോദ്യങ്ങൾ. എല്ലാവരും ആൻസർ ചെയ്തു എന്ന് കരുതുന്നു. ക്വസ്റ്റ്യൻസ് എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോസ് ചെയ്തിട്ട് ആൻസർ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പം ഇനി നമുക്ക് ഉത്തരങ്ങൾ ഏതൊക്കെയാന്ന് നോക്കാം. ശരി ഉത്തരങ്ങൾ നിങ്ങൾ മാർക്ക് ചെയ്ത് പോവുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ആരാണ് 2 കിങ്ഡം വർഗീകരണം കൊണ്ടുവന്നത്? 2 കിങ്ഡം വർഗീകരണം കൊണ്ടുവന്നത് കാൾ ലിനേയസ് ആണ്. രണ്ടാമത്തെ ചോദ്യം, കിങ്ഡം പ്രോട്ടിസ്റ്റ എന്ന കിങ്ഡം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആര്? ഏണസ്റ്റ് ഹെക്കൽ. മൂന്നാമത്തെ ചോദ്യം, 4 കിങ്ഡം വർഗീകരണം ആരുടെ സംഭാവനയാണ്? 4 കിങ്ഡം വർഗീകരണം ആരുടെ സംഭാവനയാണ്? ഹെർബർട്ട് കോപ്ലാൻഡ്. നാലാമത്തെ ചോദ്യം, 5 കിങ്ഡം വർഗീകരണം നിലവിൽ വന്ന വർഷം? 5 കിങ്ഡം വർഗീകരണം നിലവിൽ വന്ന വർഷം 1969. അഞ്ചാമത്തെ ചോദ്യം, ഫംഗസിനെ ഒരു പ്രത്യേക കിങ്ഡത്തിൽ ഉൾപ്പെടുത്തിയ ക്ലാസിഫിക്കേഷൻ ഏതാണ്? ഫംഗസിനെ ഒരു പ്രത്യേക കിങ്ഡത്തിൽ ഉൾപ്പെടുത്തിയ ക്ലാസിഫിക്കേഷൻ ഏതാണ്? 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ് ഫംഗസിനെ ഒരു പ്രത്യേക കിങ്ഡത്തിൽ ഉൾപ്പെടുത്തിയത്. ആറാമത്തെ ക്വസ്റ്റ്യൻ, സസ്യങ്ങൾ, ജന്തുക്കൾ, ഫഞ്ചൈ എന്നീ കിങ്ഡം ഉൾപ്പെടുന്ന ജീവികളെ ബന്ധിപ്പിക്കുന്ന കണ്ണിയായി നിലനിൽക്കുന്ന ഫൈലം ഏതാണ്? കണ്ണിയായി നിലനിൽക്കുന്ന ഫൈലം അല്ല കേട്ടോ, കിങ്ഡം ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, അത് കിങ്ഡം പ്രോട്ടിസ്റ്റയാണ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, മൾട്ടി ന്യൂക്ലിയേറ്റ് പ്രോട്ടിസ്റ്റിന് ഉദാഹരണം? മൾട്ടി ന്യൂക്ലിയേറ്റ് പ്രോട്ടിസ്റ്റിന് ഉദാഹരണം ഒപ്പാലിന. ഓക്കെ, ഉദാഹരണം ഒപ്പാലിന. എട്ടാമത്തെ ചോദ്യം, റെഡ് കോസ്റ്റ് ചെയ്യുന്ന ഗോണിയാലെക്സ് ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? റെഡ് കോസ്റ്റ് ചെയ്യുന്ന ഗോണിയാലെക്സ് ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഡൈനോഫ്ലജല്ലേറ്റ്. ഡൈനോഫ്ലജല്ലേറ്റ്. ഒമ്പതാമത്തെ ചോദ്യം, എൻറ്റമീബ ഹിസ്റ്റോളിറ്റിക്ക കോസ്റ്റ് ചെയ്യുന്ന രോഗം ഏത്? എൻറ്റമീബ ഹിസ്റ്റോളിറ്റിക്ക കോസ്റ്റ് ചെയ്യുന്ന രോഗം ഡിസെൻറ്ററി അമീബ അല്ലെങ്കിൽ അമീബിയാസിസ്. ഡിസെൻറ്ററി അമീബ അല്ലെങ്കിൽ അമീബിയാസിസ്. പത്താമത്തെ ചോദ്യം, എൻറ്റമീബ ഹിസ്റ്റോളിറ്റിക്ക മനുഷ്യനിലേക്ക് പ്രവേശിക്കുന്നത് ഏത് രൂപത്തിലാണ്? എൻറ്റമീബ ഹിസ്റ്റോളിറ്റിക്ക മനുഷ്യനിലേക്ക് പ്രവേശിക്കുന്നത് ഏത് രൂപത്തിലാണ്? ടെട്രാന്യൂക്ലിയേറ്റ് സിസ്റ്റ് രൂപം. ടെട്രാന്യൂക്ലിയേറ്റ് സിസ്റ്റ് രൂപം. 11ാമത്തെ ചോദ്യം, എൻറ്റമീബ ഹിസ്റ്റോളിറ്റിക്ക കുടൽ ഭിത്തി നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന എൻസൈം ഏത്? ഹിസ്റ്റോലൈസിൻ. എൻസൈമാണ് ഹിസ്റ്റോലൈസിൻ. 12ാമത്തെ ചോദ്യം, എൻറ്റമീബ ഹിസ്റ്റോളിറ്റിക്ക് എത്ര ഹോസ്റ്റ് ഉണ്ട്? ഒരു ഹോസ്റ്റാണുള്ളത്. മനുഷ്യനാണ് എൻറ്റമീബ ഹിസ്റ്റോളിറ്റിക്കയുടെ ഹോസ്റ്റ്. 13ാമത്തെ ചോദ്യം, ട്രിപ്പനോസോമ ഗാംബിയൻസ് കോസ്റ്റ് ചെയ്യുന്ന രോഗം ഏതാണ്? ട്രിപ്പനോസോമ ഗാംബിയൻസ് കോസ്റ്റ് ചെയ്യുന്ന രോഗം ഏതാണ്? നിദ്രാരോഗം. നിദ്രാരോഗം അല്ലെങ്കിൽ ആഫ്രിക്കൻ സ്ലീപ്പിംഗ് സിക്നസ്. നിദ്രാരോഗം അല്ലെങ്കിൽ ആഫ്രിക്കൻ സ്ലീപ്പിംഗ് സിക്നസ്. 14ാമത്തെ ചോദ്യം, സെറ്റ്സീച്ചയുടെ ശാസ്ത്രീയ നാമം? ഗ്ലോസീനിയ പാൽപാലിസ്. ഗ്ലോസീനിയ പാൽപാലിസ്. 15ാമത്തെ ചോദ്യം, ട്രിപ്പനോസോമ ഗാംബിയൻസിന്റെ ഫ്ലജല്ല ഉദ്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ബ്ലെഫാരോബ്ലാസ്റ്റ്. ബ്ലെഫാരോബ്ലാസ്റ്റിൽ നിന്നാണ് ഫ്ലജല്ല ഉത്ഭവിക്കുന്നത്. അടുത്തത് 16ാമത്തെ ചോദ്യം, ക്രിത്തിഡിയൽ ഫോം എന്നറിയപ്പെടുന്ന ട്രിപ്പനോസോമയുടെ രൂപം ഏതാണ്? നീണ്ടതും മെലിഞ്ഞതുമായ എപ്പിമാസ്റ്റിക്കോട്ട്. നീണ്ടതും മെലിഞ്ഞതുമായ എപ്പിമാസ്റ്റിക്കോട്ടാണ് ക്രിത്തിഡിയൽ ഫോം. നീണ്ടതും മെലിഞ്ഞതുമായ എപ്പിമാസ്റ്റിക്കോട്ട്. 17ാമത്തെ ചോദ്യം, ട്രിപ്പനോസോമയുടെ ഇൻഫെക്റ്റീവ് ഫോം ഏതാണ്? ട്രിപ്പനോസോമയുടെ ഇൻഫെക്റ്റീവ് ഫോമാണ് മെറ്റാസൈക്ലിക് ട്രൈപ്പോമാസ്റ്റിക്കോട്ട്. മെറ്റാസൈക്ലിക് ട്രൈപ്പോമാസ്റ്റിക്കോട്ട്. 18ാമത്തെ ചോദ്യം, പ്ലാസ്മോഡിയം വൈവാക്സിന്റെ ലൈംഗിക ഘട്ടം ഏത് ഹോസ്റ്റിലാണ്? പെൺ അനോഫിലസ് കൊതുകിലാണ്. പെൺ അനോഫിലസ് കൊതുക്, ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ.
19ാമത്തെ ചോദ്യം, പ്ലാസ്മോഡിയം വൈവാക്സിന്റെ ഇൻഫെക്റ്റീവ് ഫോം ഏതാണ്? സ്പോറോസോയിറ്റ് ആണ് പ്ലാസ്മോഡിയം വൈവാക്സിന്റെ ഇൻഫെക്റ്റീവ് ഫോം. 20ാമത്തെ ചോദ്യം, പ്ലാസ്മോഡിയം വൈവാക്സിന്റെ പ്രൈമറി ഹോസ്റ്റ് ഏത്? പെൻ അനോഫിലസ് കൊതുക്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത്. 20 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾക്ക് എത്ര മാർക്കാണ് കിട്ടിയതെന്ന് താഴത്ത് അടയാളപ്പെടുത്താം. ഓക്കെ, ആൻഡ് ഇനിയും ഇതുപോലത്തെ മോക്ക് ടെസ്റ്റ്